നമസ്കാരം. ഭാഗ്യം വിൽക്കുന്നവർ എന്ന പുസ്തകത്തിലെ അടഞ്ഞ വാതിലുകൾ എന്ന കഥയുടെ മൂന്നാം ഭാഗം ഇനി കേൾക്കാം. ഇതുവരെയുള്ള ഭാഗങ്ങൾ ഓർമ്മയുണ്ടല്ലോ. കുന്നുകരയിൽ നടന്ന അതിക്രൂരമായ കൊലപാതകം അന്വേഷിച്ച പോലീസ് കണ്ടെത്തിയത് പാവം അച്യുതനാശാരിയുടെ മകൻ കണ്ണനാണ് ആ കൊലപാതകം നടത്തിയതെന്നാണ്. രാഷ്ട്രീയക്കാരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നടന്ന ആ കേസന്വേഷണം ഒരു പുനരന്വേഷണത്തിലെത്തിയപ്പോൾ എവിടെ വരെ എത്തിയെന്ന് നമുക്ക് നോക്കാം. ശിവദാസൻ നാടാർ ഒരു നല്ല പോലീസ് ഓഫീസറായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതോ ഈ കൊലപാതകം പോലീസ് കൈകാര്യം ചെയ്ത രീതിയിൽ നാട്ടുകാരുടെ ഇടയിൽ പൊട്ടിമുളച്ച അനിഷ്ടം ഊതി വീർപ്പിക്കേണ്ട എന്ന് കരുതിയത് കൊണ്ടാണോ പ്രതിപക്ഷത്തിന് ഇനിയും ഒരു സമരായുധം കൂടി സമ്മാനിക്കരുത് എന്ന വകുപ്പ് മന്ത്രിയുടെ താക്കീത് ഓർത്തിട്ടോ എന്തോ വളരെ സൗമ്യനായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത്. കൊലപാതകത്തിന് കാരണമായി എന്ന് പറയുന്ന കണ്ണനും മുസ്തഫയും തമ്മിലുള്ള വഴക്കിന്റെ വേര് തേടി ചെന്ന നാടാർ സാറിന് ഒരു കാര്യം വ്യക്തമായി. അതൊരു വഴക്കൊന്നും ആയിരുന്നില്ല. പാലത്തിനപ്പുറം ഒരു കടയുടെ സമീപം ബൈക്ക് നിർത്തി നടപ്പാലം കയറിയാണല്ലോ മുസ്തഫ ആ വഴിയിലൂടെ വന്നത്. അങ്ങനെ വന്ന ഒരു ദിവസം കണ്ണൻ എതിരെ വരികയായിരുന്ന മുസ്തഫയുടെ ദേഹത്ത് മുട്ടി. പരസ്പരം ശ്രദ്ധിക്കാതെ നടന്ന രണ്ടുപേരുടെയും തെറ്റ് തന്നെ. കയ്യിലെ പൊതി നിലത്ത് വീണപ്പോൾ കണ്ണൻ അതെടുക്കാൻ കുനിഞ്ഞു. ആ സമയം മുസ്തഫ ക്ഷമ പറഞ്ഞുകൊണ്ട് കണ്ണന്റെ തോളിൽ കൈവച്ചു. സാരമില്ല എന്ന അർത്ഥത്തിൽ കണ്ണൻ ആ കൈ തട്ടിമാറ്റിക്കൊണ്ട് മുന്നോട്ട് നടന്നുപോയി. അത് കണ്ടു നിന്ന ഏതോ ബുദ്ധികൾ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞ വഴക്കിന്റെ കഥ അപ്പാടെ വിശ്വസിച്ച അവർ ഒരു തുടർക്കഥ മെനയുകയായിരുന്നു. പോരാത്തതിന് പ്രതിയെ എത്രയും വേഗം പിടികൂടണമെന്ന മുകളിൽ നിന്നുള്ള ഉത്തരവും. ഒരു ചെറിയ സംഭവത്തെ ഒരു കൊലപാതകത്തിലെത്തിച്ച CI സാറിന്റെ ബുദ്ധികൂർമ്മത ഓർത്ത് നാടാർ പുഞ്ചിരിച്ചു. എന്നാൽ കുന്നുകരക്കാരുടെ സങ്കടം ഒന്നുകൂടി വർദ്ധിപ്പിച്ച ഒരു സംഭവം ആ ദിവസങ്ങളിൽ ഉണ്ടായി. ഈ വിഷമങ്ങൾക്കിടയിലും അച്യുതനാശാരി തന്റെ മൂത്ത പെൺകുട്ടിയുടെ കല്യാണം നടത്താൻ നിശ്ചയിച്ചിരുന്നു. എന്നാൽ ആ വീട്ടിൽ വീണ്ടും കേസും അന്വേഷണവും വരും എന്ന വാർത്ത കേട്ട ചെറുക്കന്റെ വീട്ടുകാർ ആ ആലോചന വേണ്ടെന്ന് വെച്ചു. ഇത്തവണ ഉറക്കെയുള്ള കരച്ചിലുകൾക്ക് പകരം അടക്കി പിടിച്ച തേങ്ങലുകളായിരുന്നു എന്ന് മാത്രം. പക്ഷേ ആ വീടിനെ വിടാതെ പിന്തുടരുന്ന ശാപം ഒരു ഇടുത്തി പോലെ വന്നു വീണു. ജന്മാഷ്ടമി ദിവസം കുന്നുകരയിലൂടെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കുള്ള കുട്ടികളുടെ ശോഭായാത്ര കാണുവാൻ കണ്ണൻ വീടിന്റെ ഉമ്മറത്തെ കോലായിൽ വന്നിരുന്നു. കുറേ നേരം അത് നോക്കി കണ്ണന്റെ വേഷം കെട്ടിയ കുട്ടികളെ കണ്ട് മനം നിറഞ്ഞു. ഇനി പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. പക്ഷെ പെട്ടെന്ന് തല കറങ്ങിയ പോലെ വീണു. ആ കിടപ്പിൽ തന്നെ ചോര ഛർദിച്ചു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കാറുമായി ചങ്ങാടം കടവിൽ അടുത്തപ്പോഴേക്കും അച്യുതനാശാരിയുടെ വീട്ടിൽ അടുത്ത കൂട്ട നിലവിളി ഉയർന്നു കഴിഞ്ഞു. കണ്ണന്റെ അടക്കം കഴിഞ്ഞ അന്ന് തളർന്നു വീണു ശാന്തമ്മ. അച്യുതന്റെ മനോവീര്യം തളരാതെ കാത്ത അവർക്ക് പക്ഷേ മകന്റെ അകാല മരണം ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും കരകയറാനായില്ല. പെൺമക്കൾ ചാരി ഇരുത്തി ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കും. അല്പം വല്ലതും കഴിച്ചാലായി. അച്യുതന് അടുത്ത് വന്നിരിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കാണാം. അവരുടെ ദുഃഖം ഭർത്താവിനോട് പറയാതെ പറയുന്നതാവാം. ദിവസങ്ങൾ കൊഴിയും തോറും അച്യുതനാശാരിയുടെ വീട് കൂടുതൽ മൂകമായിക്കൊണ്ടിരുന്നു. ഒരിക്കൽ എപ്പോഴും നിർത്താതെ കേട്ടുകൊണ്ടിരുന്ന ഒളിയിൽ കൊട്ടുപിടി വീഴുന്ന ശബ്ദം ഇപ്പോൾ അവരുടെ ഉറങ്ങാൻ ശ്രമിക്കുന്ന ഓർമ്മകളെ ഞെട്ടി ഉണർത്താൻ മാത്രമേ ഉപകരിക്കൂ എന്നതുകൊണ്ടാവാം പണിയായുധങ്ങൾ നിറച്ച സഞ്ചി കയ്യാലയിലെ ആണിയിൽ തൂങ്ങി നിൽപ്പുണ്ട്. ആരും അതൊന്ന് തൊടാതെയായിട്ട് മാസങ്ങളായി. അതിൽ നിന്നും ഒരു ഉളി പോലീസ് കസ്റ്റഡിയിൽ ഇല്ലാത്ത രക്തക്കറയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ടും മാസങ്ങളായി. ആ വീടിന് മുൻപിലൂടെ പോകുന്ന കുന്നുകരക്കാർ മരം ചിന്തേരിടുന്ന ശബ്ദത്തിനായി വെറുതെ കാതോർക്കാറുണ്ട്. അച്യുതനാശാരിയുടെ വീടിന് മുൻപിൽ എത്തുമ്പോൾ നിത്യേന എന്നോണം കേട്ട് തഴമ്പിച്ച ആ ശബ്ദങ്ങൾ അവർ കേൾക്കാതായിട്ട് കുറെ നാളുകളായി. അതിനിടയ്ക്കാണ് ശിവദാസൻ നാടാർ മറ്റൊരു വില പിടിച്ച തുമ്പ് കണ്ടെത്തിയത്. മറ്റൊന്നുമല്ല, ഈ കൊല്ലപ്പെട്ട മുസ്തഫയുടെ വീട്. അയാൾക്ക് വീട്ടിൽ ഉമ്മ മാത്രമേ ഉള്ളൂ എന്നാണല്ലോ മുൻപ് കേട്ടിരുന്നത്. എന്നാൽ അയാൾ പറഞ്ഞിരുന്ന വീട്ടിലുള്ളത് മുസ്തഫയുടെ ആരുമല്ല, വെറും പരിചയക്കാർ മാത്രമാണെന്ന് നാടാര് കണ്ടെത്തി. പിന്നെ ഈ മുസ്തഫ ആര് എന്ന അന്വേഷണം പോലീസിനെ കൊണ്ടെത്തിച്ചത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്തുള്ള ഒരു ലോഡ്ജിലാണ്.
ആ ലോഡ്ജിന്റെ ഉടമ പട്ടാമ്പി പോലീസിൽ കുറെ കാലം മുമ്പ് ഒരു പരാതി കൊടുത്തിരുന്നു. അയാളുടെ ലോഡ്ജിലെ 12-ാം നമ്പർ മുറിയിൽ താമസിച്ചിരുന്ന മുസ്തഫ മുഹമ്മദ് എന്നയാൾ മുറി പൂട്ടി പോയിട്ട് നാള് കുറയായി, ഇതുവരെ തിരികെ വന്നില്ല, വാടകയും തരുന്നില്ല എന്നൊക്കെ പോലീസ് കേസ് കൊടുത്തു. ഇതുവരെ തിരികെ വന്നില്ല, വാടകയും തരുന്നില്ല എന്നൊക്കെ പോലീസ് അതൊരു നിസ്സാര കാര്യമായി അവഗണിച്ചു. എന്നാൽ വീട്ടിൽ എന്തോ പൊതിഞ്ഞു കൊണ്ടുവരുന്ന പഴയ പത്രക്കടലാസിൽ മുസ്തഫ കൊല്ലപ്പെട്ട നിലയിൽ എന്ന വാർത്തയും പടവും മറ്റും ശ്രദ്ധിച്ച അയാൾ വീണ്ടും പോലീസിനെ സമീപിച്ചു. ശിവദാസൻ നാടാർ ഈ കേസ് ഏറ്റെടുത്ത് അധികം കഴിയുന്നതിന് മുമ്പാണ് ഈ സംഭവം. നാടാരുടനെ പട്ടാമ്പിയിലെത്തി. ലോഡ്ജ് ഉടമ വിൻസെന്റിൽ നിന്നും മുസ്തഫയുടെ ഡീറ്റെയിൽസ് കരസ്ഥമാക്കി. ലോഡ്ജിലെ ആ മുറി പൂട്ടുപൊളിച്ച് പോലീസ് പരിശോധിച്ചു. ആദ്യമായി പോലീസ് ഒരു കാര്യം അറിഞ്ഞു. മുസ്തഫ ഒരു മൊബൈൽ ഉപയോഗിക്കുമായിരുന്നു. ആ മൊബൈൽ കണക്ഷന്റെ ബില്ല് ആ മുറിയിലെ മേശയിൽ നിന്നും കിട്ടി. പക്ഷെ മൃതദേഹത്തിൽ അങ്ങനെ ഒരു മൊബൈൽ ഉണ്ടായിരുന്നില്ല താനും. അങ്ങനെയെങ്കിൽ മുസ്തഫയുടെ മരണം അല്ല, കൊല നടന്ന സമയത്ത് ആ മൊബൈൽ ആരോ കരസ്ഥമാക്കിയിരിക്കണം. പോലീസ് ആ ബില്ലിൽ കണ്ടെത്തിയ നമ്പറിലേക്ക് പലതവണ വിളിച്ചു നോക്കി. റിങ് ചെയ്യുന്നു പോലും ഇല്ല. ആ ഫോൺ എങ്ങോ പോയി കാണും. പക്ഷേ നാടാർ ഉണർന്നു പ്രവർത്തിച്ചു. ഫോൺ സർവീസ് കമ്പനിയിൽ നിന്നും കോൾ ഡീറ്റെയിൽസ് സംഘടിപ്പിച്ചു. മുസ്തഫ മരിക്കുന്നതിന് മുമ്പ് വിളിച്ചിട്ടുള്ള ഫോൺ നമ്പറുകൾ ഏതൊക്കെ? പോലീസിന്റെ ശ്രദ്ധയിൽ പതിഞ്ഞത് പലതവണ ആ കോൾ ലിസ്റ്റിൽ പ്രത്യക്ഷപ്പെട്ട ഒരു നമ്പറിലേക്കാണ്. അയാൾ കൊല്ലപ്പെട്ട അന്ന് രാത്രി ഏതാണ്ട് 11 മണിക്ക് ആ നമ്പറിലേക്കാണ് അവസാന കോൾ പോയിരിക്കുന്നത്. ആരുടേതാണ് ആ നമ്പർ? ഒരു കാര്യത്തിൽ കേരള പോലീസിനെ അഭിനന്ദിച്ചേ മതിയാവൂ. ഒരു കാര്യം വേണമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഏതറ്റം വരെയും പോയി തെളിവുകൾ കണ്ടെത്തി വിട്ടുപോയ കണ്ണികൾ വിളക്കി ചേർത്ത് ഒരു കേസിന് തുമ്പുണ്ടാക്കാൻ അവർ സമർത്ഥന്മാരാണ്. പക്ഷേ വേണമെന്ന് വിചാരിക്കണം. ഇവിടെ ഡിവൈഎസ്പി നാടാർ അങ്ങനെ വിചാരിച്ചു. അതുകൊണ്ടാണല്ലോ മുസ്തഫ കൊല്ലപ്പെടുന്നതിന് മുമ്പ് അവസാനം വിളിച്ച ഫോൺ നമ്പറിന്റെ ഉടമയെ തേടി അദ്ദേഹം അങ്ങ് മംഗലാപുരം വരെ ചെന്നെത്തിയത്. അദ്ദേഹം ആളെ കണ്ടെത്തി, വിവരങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി. കേസ് ഫയൽ തന്റെ നിഗമനങ്ങളോടെ ഉന്നത അധികാരികൾക്ക് സമർപ്പിച്ചു. കുന്നുകരക്കാർ ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കേൾക്കുന്ന വാർത്ത അവർക്ക് വീണ്ടും ഞെട്ടലുണ്ടാക്കുന്നതായിരുന്നു. മുസ്തഫ കൊലക്കേസിൽ പോലീസ് മറ്റൊരു പ്രതിയെ അല്ല, പ്രതികളെ കണ്ടെത്തിയിരിക്കുന്നു. അവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ നടക്കുകയാണ്. അങ്ങ് ടൗണിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ. ആരാണ് പുതിയ പ്രതി എന്നൊന്നും അറിയാൻ മാർഗമില്ലാതെ കുന്നുകരക്കാർ മൗനത്തോട് കുശുകുശുത്തു. ഒരു വിവരവും തരമാകാതെ വീടുകൾക്ക് അതിർത്തി നിശ്ചയിച്ചിട്ടുള്ള മുള്ളുവേലികളിൽ കൈപിടിച്ചു നിന്ന് കരയിലെ പെണ്ണുങ്ങൾ പരസ്പരം നോക്കി. തൊഴിലുറപ്പ് പണികൾ നടക്കുന്നിടത്ത് വെയിൽ മൂക്കുമ്പോൾ തണലിൽ വിശ്രമിച്ചിരുന്നവർ നാവിറങ്ങിപ്പോയ പോലെയായി. അലവിയുടെ ചായക്കടയിൽ പതിവ് പോലെ ഊഹാപോഹങ്ങൾ ചില്ല് ഗ്ലാസ്സിലെ അടിച്ചു പതപ്പിച്ച ചായ പോലെ പതഞ്ഞു പൊങ്ങി. പക്ഷേ ആരും ഒന്നും അറിഞ്ഞില്ല. അങ്ങനെ ഒന്നും അറിയാതെ ഒരു നാട്ടുകാർ എങ്ങനെ ജീവിക്കും? അവരുടെ പ്രിയപ്പെട്ട അച്യുതനാശാരിയുടെ കുടുംബം തകർത്ത ആ കൊലയ്ക്ക് ഉത്തരവാദി ആരെന്നറിയാതെ അവർക്ക് എന്ത് സമാധാനമാണ് കിട്ടുക? പോലീസുകാരുടെ തല്ലുകൊണ്ട് ചോര വാർന്നു മരിച്ച, മറ്റൊരർത്ഥത്തിൽ കൊല്ലപ്പെട്ട കണ്ണന്റെ ആത്മാവിന് എങ്ങനെ ശാന്തി കിട്ടും? ഇനിയും തീരാത്ത ശാന്തമ്മയുടെ കണ്ണുനീരിന് അവരുടെ കൂടി കണ്ണുകളിൽ നിന്നല്ലേ ഒഴുകി പരക്കുന്നത്? ഏതോ നാട്ടിൽ ആരോരും അറിയാതെ ജീവിക്കുന്നു എന്ന് കരുതുന്ന ഗോവിന്ദൻ എങ്ങനെ ശാന്തമായി ഉറങ്ങും? ശബ്ദം കേൾപ്പിക്കാതെ കരയുന്ന ആ പെൺകുട്ടികളുടെ മനസ്സിനെങ്ങനെ ശാന്തമായി ഇരിക്കാൻ പറ്റും?